ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഷെറീസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രീ റമദാൻ പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അതായത് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്നതും അതുപോലെ കുറച്ച് മസാല പൗഡേഴ്സൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കണം. പുതിയതായിട്ട് വന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പൈസസ് വാങ്ങി വന്നതാണ് കേട്ടോ. അതായത് നമുക്ക് ഗരം മസാല, ബിരിയാണി മസാല ഇതൊക്കെ നമ്മൾ പാക്കറ്റ് വാങ്ങുന്നതിലും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. പുറത്തുനിന്ന് വാങ്ങുന്ന പാക്കറ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റും ഫ്ലേവറും നമ്മളിങ്ങനെ വറുത്ത് പൊടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് ജ്യൂസ് ഐറ്റംസും അതുപോലെ മല്ലിച്ചപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് കുറേ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. അതായത് നമുക്ക് നോമ്പിന് എളുപ്പപ്പണിയാണ് കേട്ടോ. പെട്ടെന്ന് സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാനിതാ ഈ സ്പൈസസൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനത്തെ ജീരകം ഇതൊക്കെ വാങ്ങുമ്പോൾ കഴുകാണ്ട് യൂസ് ചെയ്യരുത് കേട്ടോ. അതായത് ഇത് കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇപ്പം നല്ല വെയിലുണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഇതാ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉച്ചയാകുമ്പോഴേക്ക് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയും വെയിലാണിപ്പം. പിന്നെ ഇതാ പൊടിക്കേണ്ട മിക്സിൻ്റെ ജാറ്, ബോട്ടിൽ അതെല്ലാം കഴുകി ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്കിനി ടൊമാറ്റോ സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഇതാ ഒരു 6 എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ തക്കാളി എടുത്ത് കട്ടാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 3-4 കുരുമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, 2 ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് തണിഞ്ഞ് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറൊന്നൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കുരുവൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് അരിച്ച് കളയണം കേട്ടോ. ഇനി ഇതാ ഒരു 10 മിനിറ്റോളം ഒരു പാനിൽ വെച്ചിട്ട് ഇതാ ഒന്ന് തിളപ്പിച്ച് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഇതുപോലുള്ള സോസിൻ്റെ ബോട്ടിലിൽ നമുക്ക് ഫ്രിഡ്ജിൽ കുറേ ദിവസം, അതായത് ഒരു 3-4 ആഴ്ചയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ സോസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്പൈസസൊക്കെ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗരം മസാല ഒന്ന് ആക്കിയെടുക്കാം. നമ്മുടെ വലിയ ജീരകം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഏലക്കായും ഗ്രാമ്പും 1/4 കപ്പ് വീതവും, ജാവിത്രി ഒരു 5 എണ്ണം, സ്റ്റാറിൻ്റെ പോലത്തെ ഒരു പൂവില്ലേ അതൊരു 5 എണ്ണം, 3 വറ്റൽമുളകും, ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് സാജീരകവും ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കിത് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് ചൂടാക്കുന്നത് നമ്മൾ കുറേ കാലം കേടുകൂടാണ്ടിരിക്കാനും അതുപോലെ തന്നെ അതിൽ ഈർപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് വറുത്തിട്ട് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി മസാലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് വേണ്ടത്, ഞാനിതാ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ചെറിയ ജീരകം 2 ടേബിൾ സ്പൂണും വലിയ ജീരകം 1 ടേബിൾ സ്പൂണും, സാജീരകം 1 ടേബിൾ സ്പൂണ്, പിന്നെ സിനമനില്ലേ നമ്മളെ പട്ട അതൊരു 2 ടേബിൾ സ്പൂണ്, ഗ്രാമ്പു 1.5 ടേബിൾ സ്പൂണും, പിന്നെ ഏലക്കായ അതും 1.5 ടേബിൾ സ്പൂണ്, 8 ബേ ലീഫ്, പിന്നെ മല്ലി അതൊരു 3 ടേബിൾ സ്പൂണ്, കുരുമുളക് 2 ടേബിൾ സ്പൂണ്, പിന്നെ 8 വറ്റൽമുളക് ഉണക്കമുളകില്ലേ അത്, പിന്നെ നമ്മുടെ ഈ സ്റ്റാർ ഫ്ലവർ ഉണ്ടല്ലോ അതൊരു 5 എണ്ണം, ജാതിപത്രി ഒരു 5 എണ്ണം, പിന്നെ ഒരു കായ ഉണ്ടല്ലോ നമ്മുടെ നട്മഗ് അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊക്കെ നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കേട്ടോ. കാരണം ഇതിലുള്ള സാജീരകമൊക്കെ ചെറുതല്ല, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ല രീതിക്ക് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ചൂടാക്കേണ്ടതൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിതാ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഓരോന്നൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പോൾ തീരെ നൈസായിട്ട് പൊടിക്കണമെന്നില്ല, തരിയോടെ കൂടെ പൊടിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സിനും കൂടെ ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചില്ലി ഫ്ലേക്സും കൂടെ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ജീരകം അതൊക്കെ ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇതൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് നോമ്പിനൊക്കെ പെട്ടെന്ന് നമുക്ക് പണി എളുപ്പമാണ്. അന്നേരം ജീരകം ചിലപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരക്കുമ്പോൾ ജീരകം ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കറിയിലോ എന്തിലാണെങ്കിലും നമുക്കിങ്ങനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് നോമ്പിന് അധികവും ഗരം മസാലയൊക്കെയാണ് ആവശ്യം ഉണ്ടാകുക. കാരണം ബിരിയാണിയോ മന്തി അതുപോലെ ചിക്കൻ കറി, ബീഫ് എന്ത് വെക്കുമ്പോഴും നമ്മൾ അധികം യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഗരം മസാല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു 100 ഗ്രാം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് കട്ടാക്കി ഒന്ന് വെള്ളമൊക്കെ നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ 150 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചിയും 150 ഗ്രാം വെളുത്തുള്ളിയും ഇത് കഴുകിയിട്ട് നന്നായിട്ട് വെള്ളം കളയണം കേട്ടോ.
വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ വരും. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം അതിലേക്ക് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് ഒട്ടും നനവില്ലാത്ത ബോട്ടിൽ കണ്ടെയ്നറിൽ വേണമെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനിയിപ്പോൾ ഒരു 3-4 ആഴ്ചത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ ബോട്ടിലായിട്ട് സൂക്ഷിക്കാം കേട്ടോ. നനവില്ലാത്ത ബോട്ടിൽ നോക്കിയെടുക്കുക. ഇനി അതല്ല ഒരു മാസത്തിൽ കൂടുതലൊക്കെ നമുക്കിത് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഐസ് ട്രേ ഇല്ലേ, ആ ട്രേയിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഐസ് ക്യൂബ് ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് സിപ്പ് ലോക്ക് ബാഗിലെ കവർ അതിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കണ്ടെയ്നറിലോ ഒക്കെ ഇതിങ്ങനെ ഐസ് ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കണം. താഴെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് പെട്ടെന്ന് മെൽറ്റായിട്ട് കേടുവരും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഐസ് ട്രേയിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതും ഒന്ന് ഐസ് ക്യൂബായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ പെട്ടെന്ന് മല്ലിച്ചപ്പൊക്കെ എന്നും സാധനങ്ങൾ വാങ്ങാൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ മല്ലിച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇങ്ങനെ ക്യൂബ് എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ലെമണ്, നമുക്ക് നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണല്ലേ ജ്യൂസ് ഐറ്റംസ്. അപ്പോൾ എന്നും ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കിതുപോലെ, ഇതിപ്പോൾ മുസമ്പി ലെമണിൻ്റെയൊക്കെ ജ്യൂസാണ് കേട്ടോ. അപ്പം ഞാൻ മുസമ്പി ഇതാ കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങയും, ചെറുനാരങ്ങ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒന്ന് നമുക്ക് വാങ്ങാൻ മറന്നു പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെള്ളമാക്കി കുടിക്കണമെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ ആക്കി വെച്ചാൽ ഫ്രീസറിൽ എപ്പോഴും ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ആക്കി വെച്ചാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാക്കി വെക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്തിട്ട് ജ്യൂസ് ആക്കാനും വെള്ളമാക്കി കുടിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇത് വെക്കുമ്പം പരസ്പരം ഒട്ടാത്ത രീതിക്ക് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോ ക്യൂബായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാനും നോക്കണം. ഇനി ഇതാ ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് ഇതുപോലെ 1-2 ക്യൂബ് ഇട്ടാൽ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും മറക്കരുത്. അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ.